ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാനിതാ വന്നത് മധുരക്കിഴങ്ങും ഒരൊറ്റ മുട്ടയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ റെസിപ്പി ഉണ്ടാക്കണതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ദാ ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 മധുരക്കിഴങ്ങ് ഇതുപോലെ അങ്ങോട്ട് എടുത്ത് കഷ്ണങ്ങളാക്കിയാണ് കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗത്തുള്ള തൊലിയൊക്കെ ഏകദേശം ഒഴിവാക്കിയതിന് ശേഷം കേട്ടോ ഞാൻ കഷ്ണങ്ങളാക്കിയത്. ഈ ഒരു സമയത്ത് ഇതാ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ഏകദേശം ചൂടായതിന് ശേഷം ഈ ഒരു മധുരക്കിഴങ്ങ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു അര സ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ഞാനിതാ ഈ കൂട്ടത്തിലിട്ട് കൊടുത്തിന് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് ഞാൻ വേവിച്ചെടുക്കുക ചെയ്യുന്നത്. കുക്കറിലാണെങ്കിൽ 2-3 വിസിൽ ഇങ്ങോട്ട് അടുപ്പിച്ചിട്ട് പെട്ടെന്നൊക്കെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ 10 മിനിറ്റിന് ശേഷം ഇതാ ഞാൻ തുറന്ന് കണ്ടില്ലേ, ഇതിലെ വെള്ളമൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഇതാ ഈ ഒരു സമയത്ത് തൊലിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. ഇനി ഞാനൊരു മിക്സി ജാർ ഇങ്ങോട്ട് എടുക്കുകയാണ്. അതിക്കിതാ ഏകദേശം ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുക്കാണ്ട് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാനൊരൊറ്റ മുട്ട ഇട്ട് ഉടച്ച് പാരുന്നുള്ള വളരെ ടേസ്റ്റിയായ നല്ല റെസിപ്പിയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇതിലേക്ക് കണ്ടില്ലേ, ഈ ഒരു മുട്ടയും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് 1.5 തവി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്ര മധുരം വേണ്ടി അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി പഞ്ചസാരയുടെ സ്ഥാനത്ത് ശർക്കര ആയാലും പ്രശ്നമില്ലേ. അങ്ങനെ ഇതിലേക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഇട്ടോ, ഒരു 3/4 തവി കണ്ടില്ലേ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് കറക്കി ഇങ്ങോട്ട് കൊണ്ടുവരാം കേട്ടോ. ഏകദേശമൊക്കെ ഈ മധുരക്കിഴങ്ങ് വെന്താൽ ഒന്നങ്ങോട്ട് കറക്കണ പണിയുള്ളേ. അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ അങ്ങോട്ട് കറക്കി കൊണ്ടുവന്നതിന് ശേഷം ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുത്ത് ഈ ഒരു ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് വെക്കാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, അതും കൂടി ഞാനിതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് എന്നിട്ട് തവി വെച്ചിട്ട് ഒന്നത് ഇളക്കിയതിന് ശേഷം ഒരു 4 ടേബിൾ സ്പൂണ് ഈ ഒരു ആട്ടപ്പൊടി ഉണ്ടല്ലോ അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു അളവിൽ റവയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ 2-3 മിനിറ്റ് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാലേ ഈ റവി ഗോതമ്പ് പൊടിയൊക്കെ നല്ലോണം അങ്ങോട്ട് മിസ്സാവുള്ളേ. കണ്ടില്ലേ, വറുത്ത റവ ആയാലും പ്രശ്നമല്ല, വറക്കാത്ത റവ ആയാലും പ്രശ്നമില്ല കേട്ടോ. ഏത് റവ ആയാലും കണ്ടില്ലേ ഇതുപോലെ ഇങ്ങോട്ട് നല്ലോണം ഇങ്ങോട്ട് ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പിട്ടോ. കണ്ടില്ലേ, ഇത്രയും ഉപ്പിട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഒരു നുള്ളി ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അപ്പമൊക്കെ നല്ല സോഫ്റ്റായി കിട്ടാനും നല്ല ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഓപ്ഷനല്ല കേട്ടോ, നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഇട്ടാൽ മതി. ഞാനിതായാലും ഇട്ട് കൊടുത്തേണേ. എന്നിട്ട് ഇതുപോലെ നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു സമയത്ത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചേന് കേട്ടോ. നല്ലോണം ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് എന്നിട്ട് അത് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു തവി പിന്നെ ഞാൻ ഈ മാവ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് തീ ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. ഇതിലേക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിതാ കറുത്തുള്ളുണ്ടല്ലോ കരിഞ്ജീരകം അതും കൂടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റിന് ശേഷം തുറന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി അപ്പം ഞമ്മക്ക് കിട്ടിയത്. നല്ല ടേസ്റ്റുള്ള അപ്പമാണ് കേട്ടോ. അത് എല്ലാവരും ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കണേ. അങ്ങനെ ഞാൻ 2ാമത്തെ പ്രാവശ്യം കണ്ടില്ലേ ഇതുപോലെ അങ്ങോട്ട് ഈ ഒരു വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ആയാലും പാടില്ല, ഓയിലായാലും പാടില്ല കേട്ടോ. എന്തായാലും നമുക്ക് പ്രശ്നമില്ലേ. ഞാനേതായാലും ഓയിലാട്ടോ ഒഴിച്ച് കൊടുത്തത്. കണ്ടില്ലേ ചൂടായതിന് ശേഷം ഓരോരോ അപ്പം കണ്ടില്ലേ ഇതുപോലെ അങ്ങോട്ട് ഇത്ര നമുക്ക് ആവശ്യമുള്ള കേട്ടോ. 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഓയിൽ. ഇനി നമുക്ക് വലിയ അപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മാവ് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. ഈ ഒരു പിന്നെ കറുത്ത എള്ള് കണ്ടില്ലേ ഇതുപോലെ അങ്ങോട്ട് 5 മിനിറ്റ് മൂടി വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും കണ്ടോ.
അടിപൊളിയായിട്ട് എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മളെ ഈ ഒരു അടിപൊളി അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. നല്ല സോഫ്റ്റാണ്. എങ്ങനെയുണ്ട് കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം. പുതിയ കൂട്ടുകാർ കാണണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളായിട്ട് ഇനിയും വരാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.